പ്രകൃതി സ്നേഹികളുടെ കരുത്തനിലാൽ പുനർജന്മം കിട്ടിയ പയസ്വിനിക്ക് ഇനി ഫലസമൃദ്ധിയുടെ നാളുകളാണ്. 2006-ൽ സുഗതകുമാരി ടീച്ചർ കാസർഗോഡ് നഗരത്തിൽ നട്ട മാവ് ദേശീയപാത വികസനത്തെ തുടർന്ന് അടുക്കത്ത് ബയൽ സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നടുകയായിരുന്നു. മാവിൻ ചോട്ടിൽ മാമ്പഴത്തിന്റെ മധുരം നുകരാൻ കാത്തിരിക്കുകയാണ് സ്കൂളിലെ കുരുന്നുകൾ. 1, 2, 3, 4, 13, ഇതിൽ ആദ്യം കണ്ണിമാങ്ങ കണ്ടത് ശരിക്കും കുട്ടികൾ തന്നെയാണ്. പൂവിട്ടിരുന്നു, പക്ഷെ മാങ്ങ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നീട് ചെറിയ കുട്ടികൾ അവർ ഇതിൻ്റെ അടിയിൽ വന്ന് കളിക്കാറുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വന്നു, നേരെ ഓഫീസിലേക്ക് ഓടി വന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര അത്ഭുതവും ഭയങ്കര എന്താ പറയുക അറിയില്ല, നല്ല ഒരു ഇഷ്ടമായിരുന്നു. ശരിക്കും ഇതൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ ഹൈവേൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സീഡ് ക്ലബിൻ്റെ അധികൃതർ നമ്മുടെ സ്കൂളിൽ വന്ന് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. യശോദ ടീച്ചറായിരുന്നു HM. അവർ ഇങ്ങനൊരു മരം നിലവിലുണ്ട്, ആ മരത്തിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു. നല്ല ഫുള്ള് പൂവൊക്കെ ഇട്ട് പയസ്വിനി എന്നാണ് പേര്, സുഗതകുമാരിയുടെ പേരിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചറെ സമ്മതിച്ചു. പക്ഷെ അത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കൊന്നും തീരെ വിശ്വാസമില്ലായിരുന്നു. കാരണം ഒരു മരക്കമ്പ് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു, അത് കുറേ JCBയും ക്രെയിനൊക്കെ ഉപയോഗിച്ച് കുഴിച്ചിടുമ്പോൾ വെറും ഒരു മരത്തിൻ്റെ കഷ്ണം മാത്രം. അപ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഒന്നാവില്ലാന്ന്. പക്ഷെ എന്തുകൊണ്ടോ സാങ്കേതിക വിദ്യയുടെ ആ ഒരു ഉപയോഗവും അതിൻ്റെ ഒരു ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ കുഴിച്ചിട്ടു. പിന്നീട് അതിങ്ങനെ ഫസ്റ്റ് തെളിർത്ത് വന്നപ്പോൾ ഭയങ്കര ആവേശമായി. കുറേ ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുത്തു, നമ്മളും സ്റ്റാറ്റസൊക്കെ ഇട്ടു. അതിനുശേഷം കഴിഞ്ഞ തവണ ജസ്റ്റ് ഒന്ന് പൂവിട്ടിരുന്നു. മുമ്പത്തെ പ്രാവശ്യം ഇതിൽ പൂ മാത്രമേ ഉണ്ടായത്, പക്ഷെ മാങ്ങ പിടിച്ചിട്ടാ. ഇപ്രാവശ്യം മാങ്ങ പിടിച്ചിരുന്നു, അതുകൊണ്ട് വളരെ സന്തോഷം. PTA നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും മറ്റ് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വ്യവസ്ഥ എല്ലാം ചെയ്തിട്ട് ഇതിനൊന്നും നല്ല അട്രാക്റ്റീവ് ആക്കാനുള്ള ഒരു ഐഡിയാസ് എല്ലാം ഉണ്ട്. കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ അധ്യാപകരായ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. ആ മരത്തെ സംരക്ഷിച്ചുകൊണ്ട് സുഗതകുമാരിയുടെ ഓർമ്മകൾ എന്നും നമ്മുടെ ഈ സ്കൂൾ മുറ്റത്ത് നിലനിർത്തിക്കൊണ്ടു പോകും. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. സാരംഗ് സുരേഷാണ് നമുക്കൊപ്പം ചേർന്നത്. സാരംഗ്, പയസ്വിനിയുടെ മധുരം നുകരാൻ കുട്ടികൾ കാത്തിങ്ങനെ നിൽക്കുകയാണ് അല്ലേ? ഒരു കാലത്ത് മരങ്ങളാൽ സമ്പന്നമായിരുന്നു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരമൊക്കെ തന്നെ. അപ്പോൾ ആ രീതിയിൽ പല പ്രമുഖർ അവരുടെ ഓർമ്മകൾക്കായിട്ട് ഇവിടെ നാട്ടിൽ വന്നതിൻ്റെ ഓർമ്മകൾക്കായിട്ട് നട്ടുപോയ മരങ്ങളുണ്ട്. ഒട്ടേറെ കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് നട്ടുവളർക്കപ്പെട്ട മരങ്ങളുണ്ട്. ആ രീതിയിൽ ഒട്ടേറെ മരങ്ങളാൽ സമ്പന്നമായിരുന്നു ആ ഒരു മേഖല. ഇവിടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ മരങ്ങളുടെ മുകളിൽ മഴ വീഴുന്ന ഒരവസ്ഥയുണ്ടായി. അതിനിടയിലാണ് ഇങ്ങനെ 2006-ൽ ഇവിടെ എത്തിയ സുഗതകുമാരി ടീച്ചർ അവരിവിടെ എത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നായ പയസ്വിനി പുഴയുടെ പേര് ചേർത്തുകൊണ്ട് പയസ്വിനി എന്ന പേരിട്ടുകൊണ്ട് ഒരു മാവിൻ തൈ ഇവിടെ നഗരത്തിൽ തന്നെ സ്ഥാപിക്കുന്നത്. അത് പിന്നീട് മുറിച്ച് മാറ്റപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴേക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ പ്രതിഷേധങ്ങളുണ്ടായി, കൂട്ടായ്മകളുണ്ടായി. അതിന് ഏറ്റവും പ്രധാനമായി പങ്കുവഹിച്ചത് മാതൃഭൂമി സീഡ് ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. ആ രീതിയിൽ കാസർഗോഡ് നഗരത്തിലെ പല സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആ രീതിയിൽ ചെറുത്തുനിൽപ്പൊക്കെ ആയിട്ട്, ജനകീയ ചെറുത്തുനിൽപ്പൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് വന്നു. അതിൻ്റെ ഭാഗമായാണ് ഒരു പക്ഷേ നമ്മളൊക്കെ ഈ ടെക്നോളജിയുടെ വളർച്ചയുടെ ഭാഗമായിട്ടൊക്കെ വീട് അടിത്തറയടക്കം മാറ്റി സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ഉയർത്തി സ്ഥാപിക്കുന്നതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മരം മാറ്റി സ്ഥാപിക്കാമെന്നുള്ള
ഒരു ഐഡിയ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ആ ഒരു ആശയം ആ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു പോകുന്നത്. എന്തായാലും അത് ഏറെ വലിയൊരു വിജയമായി മാറി. അങ്ങനെ തൊട്ടടുത്ത് തന്നെയുള്ള അടുക്കത്ത് വയൽ സ്കൂളിലെ മുറ്റത്തേക്ക് അത് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. അവരാണെങ്കിൽ എങ്ങനെയാണോ കേരളം സുഗതകുമാരി ടീച്ചറെ ബഹുമാനിക്കുന്നത് അതേ ബഹുമാനത്തോടു കൂടി തന്നെ പയസ്വിനി എന്ന മാവിനെയും ബഹുമാനിച്ചു, സ്നേഹിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇതിനു മുൻപ് പലതവണ പൂത്തെങ്കിലും ആദ്യമായിട്ടാണ് കായ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കുരുന്നുകൾക്കുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലം പോലെയല്ല, കുട്ടികൾ മാവിൻ ചുവട്ടിലേക്കൊക്കെ ഓടിയെത്തി അല്ലെങ്കിൽ മാങ്ങ പറിക്കുന്ന കാലമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും സ്കൂൾ മുറ്റത്ത് ഒരു മാവ് ഉണ്ടാവുക, അതിന് എത്രത്തോളം വലിയ ചരിത്ര പ്രാധാന്യം ഉണ്ടാവുക, അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കിട്ടുന്ന മാങ്ങയുടെ മധുരം, സുഗതകുമാരി ടീച്ചറോടുള്ള അതേ സ്നേഹവും ബഹുമാനവും ഒക്കെ അവിടുത്തെ കുട്ടികളും അധ്യാപകരും ആ മാവിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതിലും വലിയ ആദരം ടീച്ചർക്ക് നൽകാൻ വേറെ എങ്ങനെയാണ് സാധിക്കുക, അല്ലേ? ശരി സാറിങ്, എന്തായാലും ആ പയസ്വിനിയുടെ മധുരം എത്രയും വേഗം നുകരാൻ ആ കുട്ടികൾക്ക് സാധിക്കട്ടെ.